ലോക സാമ്പത്തിക രംഗത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു വാർത്തയാണിനി. ജപ്പാന്റെ ഔദ്യോഗിക കറൻസിയായ യെൻ കഴിഞ്ഞ 40 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നിലംപൊത്തിയിരിക്കുകയാണ്. സാധാരണ ഒരു രാജ്യത്തിന്റെ കറൻസി തകർന്നു വീഴുമ്പോൾ അത് ആ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. എന്നാൽ ഇത്തവണ കാര്യം വേറെയാണ്. ജപ്പാന്റെ കറൻസിയെ രക്ഷിക്കാൻ അങ്ങ് അമേരിക്കയിലെ US ട്രഷറിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നിരിക്കുന്നു. 2011 സുനാമി ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയും ജപ്പാനും ചേർന്ന് ഒന്നിച്ച് കറൻസി വിപണിയിൽ ആഗോള ഇടപെടൽ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ജാപ്പനീസ് യെൻ ഇത്രയധികം താഴേക്ക് പതിച്ചത്? അമേരിക്ക എന്തിനാണ് ജപ്പാനെ രക്ഷിക്കാൻ സ്വന്തം ഡോളർ ചെലവഴിക്കുന്നത്? അതിലും പ്രധാനം ഈ ആഗോള സാമ്പത്തിക നാടകം ഇന്ത്യയിലെ ഓഹരി വിപണിയെയും നിങ്ങളുടെ പോക്കറ്റിലെ ഇന്ത്യൻ രൂപയെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നോക്കാം. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് യെൻ ഇങ്ങനെ തകരുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ. ഒന്ന്, വമ്പൻ പലിശ നിരക്ക് വ്യത്യാസം. അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ 3.25% മുകളിൽ നിർത്തുമ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ പതിറ്റാണ്ടുകളായിട്ട് പലിശ നിരക്കുകൾ വളരെ കുറഞ്ഞ അളവിലാണ്, അതായത് 0.75% അടുത്ത് അങ്ങനെയാണ് നിലനിർത്തുന്നത്. അതുകൊണ്ട് ആഗോള നിക്ഷേപകർ ജപ്പാനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണം എടുത്ത് അമേരിക്കയിൽ നിക്ഷേപിക്കുന്നു. 2, ഇറക്കുമതി ചെയ്ത പണപ്പെരുപ്പം എന്ന് പറയണം. ജപ്പാൻ തങ്ങൾക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ മുഴുവനായും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുകയും യെൻ ദുർബലമാവുകയും ചെയ്തതോടെ ജപ്പാന്റെ ട്രേഡ് ഡെഫിസിറ്റ്, അതായത് വ്യാപാര കമ്മി കുത്തനെ കൂട്ടി. 3, വൻകിട സാമ്പത്തിക കടം. ജപ്പാന്റെ പൊതുകടം, പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് GDPയുടെ 250%-ലധികമാണ്. രാജ്യത്തിന് വൻതോതിൽ പലിശ ഭാരമുള്ളതിനാൽ പലിശ നിരക്കുകൾ വേഗത്തിൽ കൂട്ടാൻ ബാങ്ക് ഓഫ് ജപ്പാന് സാധിക്കുന്നില്ല. ഇവിടെയാണ് സാമ്പത്തിക ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഒരു വാക്ക് വരുന്നത്, യെൻ ക്യാരി ട്രേഡ്. എന്താണ് യെൻ ക്യാരി ട്രേഡ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, വലിയ ഹെഡ്ജ് ഫണ്ടുകളും നിക്ഷേപകരും ജപ്പാനിൽ നിന്ന് 0% അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് ട്രില്യൺ കണക്കിന് ജാപ്പനീസ് യെൻ വായ്പ എടുക്കുകയും എന്നിട്ട് ആ പണം ഡോളറോ ഇന്ത്യൻ രൂപയോ ആക്കി മാറ്റി കൂടുതൽ പലിശയോ ലാഭമോ തരുന്ന അമേരിക്കൻ ടെക് ഓഹരികളിലോ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ നിക്ഷേപിക്കും. നിങ്ങൾക്ക് വെറുതെ പണം കടം കിട്ടുന്നു, അത് വെച്ച് ഉയർന്ന ലാഭം ഉണ്ടാക്കുന്നു. വർഷങ്ങളായിട്ട് ആഗോള വിപണി പ്രവർത്തിക്കുന്നത് ഈ തന്ത്രത്തിലാണ്. പക്ഷെ അപകടം എവിടെയാണ്? യെൻ പെട്ടെന്ന് ശക്തിപ്പെടുകയോ അല്ലെങ്കിൽ അമേരിക്കയും ജപ്പാനും വിപണിയിൽ ഇടപെട്ട് യെന്നിന്റെ മൂല്യം കൂട്ടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഈ നിക്ഷേപകർക്ക് വൻ നഷ്ടം വരും. അവർ പെട്ടെന്ന് തങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ച് യെൻ തിരിച്ചടയ്ക്കാൻ ഓടും. ഇതിനെയാണ് അൺവൈൻഡിങ് ഓഫ് ക്യാരി ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇത് സംഭവിച്ചാൽ ലോകത്തെ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റുകളും തകർന്നു വീഴും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ജപ്പാന്റെ കറൻസി തകരുമ്പോൾ അമേരിക്കൻ ട്രഷറിയും ഫെഡറൽ റിസർവും എന്തിനാണ് പേടിക്കുന്നത്? കാരണം വേറൊന്നുമല്ല, അമേരിക്കൻ ബോണ്ട് മാർക്കറ്റ്, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഗവൺമെന്റ് ബോണ്ടുകൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യം ജപ്പാനാണ്. ഏകദേശം 1.2 ട്രില്യൺ US ആണ്. യെൻ കുത്തനെ തകരുമ്പോൾ ജപ്പാനിലെ വൻകിട ഇൻഷുറൻസ് കമ്പനികളും ബാങ്കുകളും തങ്ങളുടെ നഷ്ടം നികത്താൻ കൈവശമുള്ള ഈ അമേരിക്കൻ ബോണ്ടുകൾ കൂട്ടത്തോടെ വിറ്റഴിക്കും. അമേരിക്കൻ ബോണ്ടുകൾ വിറ്റഴിക്കപ്പെട്ടാൽ US ട്രഷറി ഈൽഡ്സ് കുത്തനെ ഉയരും. ഫലം എന്താണ്? അമേരിക്കയിലെ ജനങ്ങളുടെ ഹോം ലോൺ പലിശയും കാർ ലോണും കോർപ്പറേറ്റ് വായ്പകളും കുത്തനെ കൂടും. അതായത് ജപ്പാനിൽ യെൻ തകർന്നാൽ അത് അമേരിക്കയിലെ സാധാരണക്കാരന്റെ വാടകയെയും വായ്പകളെയും ബാധിക്കും. അതുകൊണ്ടാണ് അമേരിക്കൻ ട്രഷറി മുൻകൈയെടുത്ത് ജപ്പാനൊപ്പം ചേർന്ന് യെൻ വാങ്ങിക്കൂട്ടാനായിട്ട് ഒരു ജോയിന്റ് ഇന്റർവെൻഷന് നിർബന്ധിതരായിരിക്കുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ചോദ്യം, ഇന്ത്യൻ രൂപയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത്. ഇതിന് പ്രധാനമായും 3 വശങ്ങളുണ്ട്. ഒന്ന്, FPI വിറ്റഴിക്കലും ഇന്ത്യൻ ഓഹരി വിപണിയുമാണ്. അതായത് അന്താരാഷ്ട്ര ഫണ്ടുകൾ ജപ്പാനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണമെടുത്ത് നിക്ഷേപിച്ചിട്ടുള്ള പ്രധാന എമർജിംഗ് മാർക്കറ്റുകളിൽ ഒന്ന് ഇന്ത്യയാണ്, ദലാൽ സ്ട്രീറ്റ്. അപ്പം യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യപ്പെട്ടാൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ച് പണം പിൻവലിക്കും. ഇത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ താൽക്കാലിക തകർച്ചയുണ്ടാക്കും. 2, ഇന്ത്യൻ രൂപയ്ക്ക് മേലുള്ള ഒരു പ്രഷറാണ്. വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് ഡോളർ തിരികെ കൊണ്ടുപോകുമ്പോൾ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകും. നിലവിൽ ഒരു ജാപ്പനീസ് യെൻ എന്നത് ഏകദേശം 0.60 പൈസയാണ് ഇന്ത്യൻ രൂപയിൽ. യെൻ അതിവേഗം തിരിച്ചു വന്നാൽ ജപ്പാനിൽ നിന്നുള്ള യന്ത്ര സാമഗ്രികളുടെയും ആ കോമ്പണൻസിന്റെയും ഇറക്കുമതി ചെലവ് ഇന്ത്യക്ക് വർദ്ധിക്കും. ഇനി 3ാമത്തെ കാര്യം, ക്രൂഡ് ഓയിലും പണപ്പെരുപ്പവും. ഗ്ലോബൽ ഓയിൽ പ്രൈസിന് റിസ്ക് ആണ്. ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും എണ്ണവില വർധനവും ജപ്പാനെ പോലെ തന്നെ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിനെയും ബാധിക്കുന്നുണ്ട്. ഡോളർ ശക്തമായി നിലനിൽക്കുന്നതും ക്രൂഡ് ഓയിൽ വില ഉയരുന്നതും ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും തിരിച്ചടിയാണ്. ഒരു കറൻസിയുടെ വില താഴ്ന്നത് ജപ്പാന്റെ മാത്രം പ്രശ്നമല്ല. ഇന്നത്തെ ലോകത്ത് എല്ലാ സമ്പദ് വ്യവസ്ഥകളും പരസ്പരം ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ടോക്കിയോയിൽ നടക്കുന്ന ഒരു തീരുമാനം ഡൽഹിയിലും മുംബൈയിലും പ്രതിഫലിക്കുന്നത്. അമേരിക്കയുടെയും ജപ്പാന്റെയും ഈ സംയുക്ത ഇടപെടൽ യെന്നിനെ താങ്ങി നിർത്തുമോ, അതോ വിപണി വീണ്ടും കടുത്ത ചാഞ്ചാട്ടത്തിലേക്ക് പോയി ഇന്ത്യൻ രൂപയും ആഗോള ഇക്കണോമിയെയും ഒക്കെ ബാധിക്കുമോ എന്ന് വരും ആഴ്ചകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ യെന്നിന് ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥ പരീക്ഷണം ഇനി തുടങ്ങുകയാണ്.
ബാങ്ക് ഓഫ് ജപ്പാന്റെ അടുത്ത തീരുമാനങ്ങളും ആഗോള പലിശ നിരക്കുകളും തന്നെയാകും യെന്നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. അതിനൊപ്പം ഇന്ത്യൻ രൂപയും ആഗോള ധനവിപണിയും അത് എത്രമാത്രം സ്വാധീനിക്കുമെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.